എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 10-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന രോഗിയെ സംരക്ഷിക്കുന്ന ശ്വാസകിരണം പെൻഷൻ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പൂർണ്ണമായി കിടപ്പിലായ രോഗികൾ, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി ബാധിച്ചവർ, കടുത്ത മാനസിക രോഗമുള്ളവർ, അന്ധത ബാധിച്ചവർ, ക്യാൻസർ, പക്ഷാഘാതം എന്നിവ വന്ന് തീർത്തും കിടപ്പിലായവർ, എൻഡോസൾഫാൻ ദുരിതബാധിതർ എന്നിവരെ സംരക്ഷിക്കുന്ന ബന്ധുവിന് സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം പദ്ധതി. ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. നിശ്ചിത അപേക്ഷാ ഫോം ഇതിന് ലഭ്യമാണ്. വരുമാന പരിധി 1 ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം. BPL റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഇത് ലഭിക്കുന്നതാണ്. APL വിഭാഗക്കാരാണ് എങ്കിലാണ് 1 ലക്ഷം രൂപക്ക് താഴെ വാർഷിക വരുമാനം തെളിയിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടത്. പരിചരിക്കുന്ന വ്യക്തിക്ക് മറ്റ് ജോലികളോ വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത ആളായിരിക്കണം. രോഗിക്കും സർക്കാർ മേഖലയിൽ നിന്നോ മറ്റ് ഏജൻസികളിൽ നിന്നോ സമാനമായ പരിചരണ ആനുകൂല്യങ്ങളോ മറ്റ് ആനുകൂല്യങ്ങളോ പാടില്ല. എന്നാൽ രോഗി വികലാംഗനോ വാർദ്ധക്യത്തിലെത്തിയ ആളോ ആണ് എങ്കിൽ അവർക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷ 2000 രൂപ പെൻഷൻ ഇതിനൊരു തടസ്സമാകില്ല. പൂരിപ്പിച്ച അപേക്ഷാ ഫോം മെഡിക്കൽ ബോർഡ് അല്ലെങ്കിൽ സർക്കാർ ഡോക്ടർ ഒപ്പിട്ടിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, രോഗിക്ക് പൂർണ്ണമായിട്ടുള്ള പരിചരണം ആവശ്യമാണ് എന്നുള്ളത് തെളിയിക്കുന്നതിനാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്. അപേക്ഷകന്റെയും രോഗിയുടെയും ആധാറിന്റെ കോപ്പി, റേഷൻ കാർഡിന്റെ കോപ്പി, അപേക്ഷകന്റെ പാസ്ബുക്കിന്റെ കോപ്പി, അതായത് രോഗിയുടെ അക്കൗണ്ടിലേക്കല്ല, നോക്കുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക. ഈ നോക്കുന്ന ആളുകൾക്ക് അർഹതപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു സഹായം. വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റ്. BPL റേഷൻ കാർഡാണ് എങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം ഇല്ല. അപേക്ഷാ ഫോം കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയ socialsecuritymission.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ്. ആശാവർക്കർമാരുടെ കയ്യിൽ നിന്നും അംഗനവാടികളിൽ നിന്നും ഇതിന്റെ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷാ ഫോം ബന്ധപ്പെട്ട ശിശു വികസന ഓഫീസിൽ അല്ലെങ്കിൽ CDPOയിലാണ് സമർപ്പിക്കേണ്ടത്. അപ്പോൾ നിലവിലുള്ള പദ്ധതിയിലേക്കുള്ള അപേക്ഷ പുതിയ സർക്കാർ വന്നതിന് ശേഷം ക്ഷണിച്ചിട്ടുണ്ട്. അർഹതയുള്ളവർ അപേക്ഷിക്കുക. വെബ്സൈറ്റിൽ കയറിയിട്ട് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത അംഗനവാടിയിലോ ആശാ വർക്കർമാരുമായിട്ടോ ബന്ധപ്പെട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹ്യാരോഗ്യ കേന്ദ്രമായിട്ടോ ബന്ധപ്പെട്ടാൽ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോം വാങ്ങിയതിനു ശേഷം പൂരിപ്പിച്ചതിന് ശേഷം അവരുടെ അടുത്ത് തന്നെ ബന്ധപ്പെട്ട രേഖകൾ സഹിതം അപേക്ഷ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. മാസം 1000 രൂപയാണ്. ക്ഷേമ പെൻഷന് പുറമെയാണ് ഈ ഒരു 1000 രൂപ ലഭിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. സംസ്ഥാനത്ത് 2 മാസത്തെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ ഇങ്ങനെയാണ്. ജൂലൈ പെൻഷൻ വിതരണം 2000-ന് ശേഷം ഓഗസ്റ്റ് പെൻഷൻ 4000 രൂപ ലഭിക്കും. ഈ 2 മാസത്തിനിടയ്ക്ക് 6000 രൂപയാണ് ഇനി എത്തിച്ചേരുന്നത്. UDF സർക്കാർ വന്നതിന് ശേഷമുള്ള ആദ്യ ഓണാഘോഷത്തിൽ മുൻകൂറായി 1 മാസത്തെ പെൻഷൻ ലഭിക്കും എന്നുള്ളതാണ് സൂചനകൾ. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. സംസ്ഥാനം വീണ്ടും കടമെടുത്തു. കഴിഞ്ഞ ദിവസമാണ് 1800 കോടി രൂപ കടമെടുത്തത്. ഇതിനു വേണ്ടിയിട്ടുള്ള കടപ്പത്രം നേരത്തെ പുറപ്പെടുവിച്ചിരുന്നു. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഈ കുബേർ സംവിധാനത്തിലൂടെ ജൂലൈ 7-ാം തീയതിയാണ് 1800 കോടി രൂപ കടമെടുത്തിട്ടുള്ളത്. വിവിധ ഭരണപരമായിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തുക കടമെടുത്തിട്ടുള്ളത്. 21-ാം തീയതി ചൊവ്വാഴ്ചയും കടമെടുപ്പുണ്ടാകും. അതായിരിക്കും ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ്. അതിനുശേഷം തുക വിതരണം നടക്കുകയും ചെയ്യും. ജൂലൈ മാസത്തെ പെൻഷൻ ജൂലൈ 23, 24 തീയതികളിലായി എത്തിച്ചേരുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകളിൽ വിതരണം ആരംഭിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ്. ഓഗസ്റ്റ് 5-ന് മുമ്പ് എല്ലാവർക്കും ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തീകരിക്കും. ഓഗസ്റ്റ് മാസത്തിലാണ് നമ്മൾ കാത്തിരിക്കുന്ന 4000 രൂപ എത്തിച്ചേരാൻ വേണ്ടി പോകുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ ഓണാഘോഷമായതിനാൽ തന്നെ മുൻകൂറായി അഡ്വാൻസായി 1 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സാധ്യതയുണ്ട്. 1 മാസത്തേത് അഡ്വാൻസായും ഓഗസ്റ്റ് മാസത്തേതും ചേർത്ത് 4000 രൂപ ക്ഷേമ പെൻഷൻ 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈയിലേക്കും എത്തിച്ചേരുന്നതാണ്. അതേസമയം അതിനു മുമ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ കാര്യത്തിൽ തീരുമാനമാകുമോ എന്ന് ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുകയാണ്. അടുത്ത ബജറ്റ് വരെ അത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകില്ല എന്നുള്ള അറിയിപ്പാണ് ഭൂരിഭാഗം ഭാഗങ്ങളിൽ നിന്നും വരുന്നത്.
പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശികയുണ്ട്. പിണറായി സർക്കാരിന്റെ അവസാന സമയത്തും ഉണ്ടായിരുന്നതുപോലെ തന്നെയാണ്. അവസാന സമയങ്ങളിൽ പെൻഷൻ കുടിശ്ശിക 2-3 മാസങ്ങളിലായി വന്നു. അത് ഈ ഒരു സമയത്തും തുടരുകയാണ്. അതിനൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം സഭാ സമ്മേളനത്തിൽ വെച്ച് ഇതിനൊരു സബ്മിഷൻ അവതരിപ്പിക്കുകയും പ്രവാസി പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുകയും പെൻഷൻ വർധനവ് വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അനുഭാവപൂർവ്വം അത് പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അന്ന് ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ പ്രവാസി ക്ഷേമ പെൻഷൻ ഇപ്പോൾ മുടങ്ങുന്നത് കാര്യമാക്കേണ്ട, കൃത്യമായിട്ട് അത് ലഭിക്കുകയും പെൻഷൻ വർധനവ് ഉണ്ടായേക്കും എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതേസമയം കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ കാര്യമാണ് കഷ്ടം. 16 മാസത്തിലധികമാണ് കുടിശ്ശികയുള്ളത്. അത് ഇപ്പോൾ നൽകുന്നില്ല എന്നുള്ളതാണ്. UDF സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് 2000 കോടിയൊക്കെ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു ക്ഷേമ ബോർഡായിരുന്നു പ്രവാസി ക്ഷേമ ബോർഡ്. എല്ലാ മാസവും ആദ്യത്തിൽ പെൻഷൻ ലഭിക്കുകയും ചെയ്തിരുന്നു. 1ാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ അക്കൗണ്ടുകളിൽ നിന്നും കടമെടുക്കുകയും പിന്നീട് ആ തുക തിരിച്ചു വെക്കാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്. പിന്നീട് കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനും വിതരണം ചെയ്യുന്നതിന് വേണ്ടി കെട്ടിട നിർമ്മാണ സെസ് പിരിക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തിലേറെയായി. ഭീമമായിട്ടുള്ള തുക സെസ് പിരിക്കുന്നുണ്ട് എങ്കിലും നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൃത്യമായി കുടിശ്ശിക ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റൊന്ന്, വരും മാസങ്ങളിൽ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറങ്ങുകയും വീടുകളിലൂടെ പരിശോധന നടത്തുകയും ചെയ്യും. കൃത്യമായ പരിശോധന നടത്തുമ്പോൾ അനർഹരാണ് എന്ന് കണ്ടെത്തിയവരെ ഒഴിവാക്കുകയും കൂടുതൽ അർഹർക്ക് ഉൾപ്പെടുന്നതിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുകയും ചെയ്യുന്നതാണ്. AC, ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളും വീട്ടിലെ ചെറിയ കാറും 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടിൽ ചെറിയ ഇളവുകളും ഏക്കറിലധികം ഭൂമിക്കും ഇളവുകൾ ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിത സാഹചര്യം കൂടി കണക്കിലെടുത്താവും ഇനി ക്ഷേമ പെൻഷൻ ഭാവിയിൽ അനുവദിക്കുക എന്നുള്ളതാണ് വിവരം. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾ. നവജാത ശിശുക്കൾക്ക് ആധാർ കാർഡ് എടുക്കണമെന്ന് സംസ്ഥാന IT മിഷൻ അറിയിപ്പ് നൽകി. അതോടൊപ്പം തന്നെ 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡിന്റെ ബയോമെട്രിക് പുതുക്കണം. 15 വയസ്സ് കഴിഞ്ഞതിന് ശേഷവും പുതുക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന IT മിഷൻ പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് വായിക്കുന്നത്. ഒന്നാമത്തേത്, കുട്ടികൾക്ക് ആധാർ രജിസ്ട്രേഷൻ. നവജാത ശിശുക്കൾക്ക് എൻറോൾ ചെയ്യാൻ കഴിയും. ബയോമെട്രിക് ഇതിനായി ആവശ്യമില്ല. കുട്ടികളുടെ പേര് ചേർത്ത ജനന സർട്ടിഫിക്കറ്റ് മാത്രം ഇതിനായി മതി. ഇത് എല്ലായ്പ്പോഴും രജിസ്ട്രേഷൻ സൗജന്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളും 15 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെയും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഐറിസ് സ്കാൻ ബയോമെട്രിക് സൗജന്യമായി ചേർക്കാം. സെപ്റ്റംബർ മാസം വരെയാണ് ഇത് സൗജന്യമായിരിക്കുക എന്നാണ് ഇപ്പോൾ അറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. 5 വയസ്സിലും 15 വയസ്സിലും നിർബന്ധമായിട്ടും ബയോമെട്രിക് വിവരങ്ങളായിട്ടുള്ള ഫിംഗർ പ്രിന്റും ഐറിസ് സ്കാനും ചേർത്തിട്ടില്ല എങ്കിൽ ആധാർ കാർഡ് അസാധുവാകുമെന്നാണ് അറിയിപ്പ്. സ്കൂൾ, കോളേജ് അഡ്മിഷൻ, സ്കോളർഷിപ്പ്, പാൻ കാർഡ്, ഡിജി ലോക്കർ, ആധാർ ID, നീറ്റ്, JEE, കീം രജിസ്ട്രേഷനുകൾ തുടങ്ങിയ സേവനങ്ങൾ ഭാവിയിൽ നഷ്ടപ്പെടും എന്നുള്ളതാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. അടുത്ത അറിയിപ്പ്, ഈ വർഷം ഡിസംബർ മാസം വരെ ആപ്പ് വഴി എല്ലാ വിവരങ്ങളും സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വിവരം. ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് OTP വഴി സർക്കാർ ഓൺലൈൻ സേവനങ്ങൾ ലഭിക്കും എന്നതിനാൽ നിലവിൽ ഫോൺ നമ്പറും ഇമെയിൽ ID-യും ഇതിലേക്ക് കൂട്ടിച്ചേർത്ത് ഉറപ്പുവരുത്താൻ കഴിയും. അടുത്തത്, ആധാർ സേവനങ്ങൾ എന്തെല്ലാം ലഭിക്കും, എവിടെ നിന്നെല്ലാം ലഭിക്കും എന്നുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, അംഗീകൃത ആധാർ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം പുതിയ ആധാർ കാർഡ് എടുക്കൽ, ബയോമെട്രിക് പുതുക്കൽ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID മാറ്റൽ, ചേർക്കൽ എന്നിവ സാധ്യമാകുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ബൈ.